ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ മാസം നമ്മൾ ഡിസംബർ 2024 സെയിൽ നോക്കിയതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2025 സ്റ്റാർട്ടിംഗ് മാസത്തിലുള്ള അതായത് ജാനുവരിയിലുള്ള സെയിൽസും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമുക്കറിയാം പുതിയൊരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് മിക്ക കമ്പനികളിലും സെയിൽ കൂടേണ്ടതാണെന്ന്. എന്തായാലും എപ്പോഴും 14th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിക്ക് മാറ്റമൊന്നുമില്ല, അത് ജീപ്പ് തന്നെയാണ്. കഴിഞ്ഞ മാസം 310 വാഹനങ്ങളുടെ സെയിലാണ് ജീപ്പിന് ലഭിച്ചത്. നമ്മളിതിനെ മന്ത് ഓൺ മന്ത് ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് 2024 ഡിസംബറിൻ്റെ സെയിലും 2025 ജാനുവരിയുടെ സെയിലുമാണ് നോക്കുന്നത്. സോ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജീപ്പിന് 286 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 24 വാഹനങ്ങളുടെ വ്യത്യാസവും 8.39% ഗ്രോത്ത് റേറ്റും പറയാം. അത്രയും ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ് വരാനുള്ള റീസൺ ലോ വോളിയം സെയിൽസ് തന്നെയാണ്. അതിപ്പം ഞാൻ തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജീപ്പ് വളരെ മോശമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ 1000-ത്തിനടുത്തൊക്കെ വെച്ച് വണ്ടികൾ വിറ്റുകൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗൈസ്, അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ എക്സിസ്റ്റിംഗ് റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ്, പൊല്യൂഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ് അല്ലെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ്. പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും? അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വണ്ടി തന്നെ ആണെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും. അത് അതിൻ്റെ വാല്യൂഷന് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, സെട്രോയിൻ തന്നെയാണ്. എപ്പോഴും ലാസ്റ്റ് 2 പൊസിഷൻസ് അത് നമ്മുടെ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിനുണ്ടല്ലോ വരുന്ന കമ്പനികൾക്ക് വേണ്ടി റിസർവ്ഡ് ആക്കി വെച്ചിരിക്കുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞു മടുത്തു, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സെട്രോയിന് കഴിഞ്ഞ മാസം 470 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം അതായത് ഇയർ എൻഡിൽ അവർക്ക് 566 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചു. അതായത് സെയിൽ കുറച്ച് കൂടുതലായിരുന്നു. 96 വാഹനങ്ങളുടെ വ്യത്യാസവും 16.96% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടി സെട്രോയിൻ. ടോട്ടൽ 14 കമ്പനികളുള്ളതിൽ 6 കമ്പനികൾക്കാണ് ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്, ബാക്കി എല്ലാവർക്കും ഗ്രോത്ത് ആണ്. എന്തായാലും ഇനി 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ്. നിസാൻ പിന്നെ ആകപ്പാട് ഇന്ത്യയിൽ ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. ഇപ്പം അത് മാഗ്നൈറ്റ് ആണ്, പിന്നെ ഉള്ളത് എക്സ്ട്രയിൽ. അത് പിന്നെ ഉള്ളതില്ലാത്തൊക്കെ കണക്കായതുകൊണ്ട് അത് നമ്മൾ കൂട്ടുന്നില്ല. മിക്കവാറൊക്കെ എല്ലാ മാസം അതിൻ്റെ സെയിൽ 0 ആയിരിക്കും. എന്തായാലും മാഗ്നൈറ്റ് മാത്രം വെച്ച് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സെയിൽ നിസാന് കിട്ടുന്നുണ്ട്. 2404 വാഹനങ്ങളുടെ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓക്കെയാണ്. ഇനി 2024 ഡിസംബറിൽ നമുക്ക് 2118 വാഹനങ്ങളുടെ സെയിലായിരുന്നു നിസാൻ ലഭിച്ചിരുന്നത്. 286 വാഹനങ്ങളുടെ വ്യത്യാസവും 13.5% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പിന്നെ നിസാൻ മെയിനായിട്ട് മാഗ്നൈറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ്. റെനോയ്ക്കും പറഞ്ഞു വരുമ്പം നിസാനേക്കാൾ കുറച്ച് വണ്ടികളുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പം ഇപ്പം 3 വണ്ടികളൊക്കെ ഉള്ളൊരു കമ്പനി എന്ന രീതിയിൽ നോക്കുമ്പം കുറച്ച് സെയിൽ കുറവാണ്. 2750 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ റെനോയ്ക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുള്ളൂ. ഡിസംബർ 2024 2881 വാഹനങ്ങളുടെ സെയിലായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. 101 വാഹനങ്ങളുടെ വ്യത്യാസവും 3.51% ഡീഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന റെനോയ്ക്കാണെന്ന് പറയും. പക്ഷെ എന്നാലും ചെറിയൊരു ഡീഗ്രോത്ത് ഉണ്ട് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം നമ്മളൊക്കെ വിചാരിച്ചത് ഈ ഒരു ഡീഗ്രോത്ത് ഇനിയിപ്പം നമ്മുടെ 25 പുതിയ ഡസ്റ്ററിൻ്റെ ജനറേഷനൊക്കെ കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യുമെന്നാണ്. പക്ഷേ അതും അവർ ക്യാൻസൽ ചെയ്തു. അവർ ഈ വർഷം കൊണ്ടുവരുന്നില്ല, അടുത്ത വർഷമാണ് കൊണ്ടുവരുന്നത്. ഇനി 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി ഫോക്സ്വാഗൻ ആണ്. ഫോക്സ്വാഗന് കഴിഞ്ഞ മാസം 3344 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. ഡിസംബർ 2024 4787 വാഹനങ്ങളുടെ സെയിലായിരുന്നു. ഇവർ ആക്ച്വലി ഇയർ എൻഡിൽ ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ കൊടുത്താണ്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം കഴിഞ്ഞ വർഷം അവസാനം ഇത്രയും സെയിൽ കൂടിയത്. അതുകൊണ്ട് തന്നെ 1443 വാഹനങ്ങളുടെ വ്യത്യാസവും 30.14% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഫോക്സ്വാഗൻ. ശരിക്കും നല്ല വ്യത്യാസം അറിയാനുണ്ട് സെയിലിൻ്റെ കാര്യത്തിൽ. 1500-നടുത്തൊക്കെ ഇത്രയും കുറവ് സെയിൽ ഓൾറെഡി ഉള്ളൊരു കമ്പനിക്ക് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയൊരു എമൗണ്ട് തന്നെയാണത്. ഇനിയിപ്പം അടുത്ത നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയും സ്കോഡയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 4133 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഫോക്സ്വാഗൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്കോഡയ്ക്ക് ഡീഗ്രോത്ത് വളരെ കുറവാണ്. കാരണം ഡിസംബറിൽ 4554 വാഹനങ്ങളുടെ സെയിൽ തന്നെയായിരുന്നു ഇവർക്ക് കിട്ടിയത്. 421 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോക്സ്വാഗനെ പോലെ 1400 മുകളിലില്ല. അതുകൊണ്ട് തന്നെ 9.24% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ സ്കോഡയ്ക്ക് വന്നിട്ടുള്ളൂ. സോ അത് നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പറയാം.
ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയാണ് എന്നെ ഒന്നും കൂടെ ഞെട്ടിച്ചത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം, അതായത് ഡിസംബറിൽ MG എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സെയിലോടുകൂടി മുന്നേറിപ്പോയ ഒരു കമ്പനിയായിരുന്നു. 7516 വണ്ടികളുടെ സെയിലൊക്കെ ഡിസംബറിൽ കിട്ടിയതായിരുന്നു. പക്ഷേ ജാനുവരിയിലേക്ക് വന്നപ്പോഴേക്കും ഇയറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, 4455 അവരുടെ സെയിൽ കുറഞ്ഞിട്ടുണ്ട്. 3061 വാഹനങ്ങളുടെ വ്യത്യാസം 40.73% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ മന്ത് ഓൺ മന്ത് കമ്പയർ ചെയ്യുമ്പോൾ MG. ഇവർക്ക് ഇതിന് മുന്നേ സെയിൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ മീൻസ് ഡിസംബറിൽ വിൻസറിൻ്റെ സെയിൽ തന്നെ ഏകദേശം 3800 അടുത്ത് വന്നു. അങ്ങനെയാണ് ഓവറോൾ കമ്പനിയുടെ സെയിലും കയറിയത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 6103 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പക്ഷേ ഡിസംബർ മാസത്തിൽ 6825 വാഹനങ്ങൾ സെയിലിന് ലഭിച്ചായിരുന്നു. ശരിക്കും ഡിസംബറിൽ MG ഹോണ്ടയുടെ സെയിൽസിനെ ഓവർടേക്ക് ചെയ്തതാണ്. പക്ഷേ ഇതിപ്പം ഹോണ്ടയ്ക്കും കമ്പാരിറ്റീവ്ലി മന്ത് ഓൺ മന്തിൽ 772 വണ്ടികളുടെ വ്യത്യാസം 10.58% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഹോണ്ട MG ഈ പ്രാവശ്യം ബീറ്റ് ചെയ്തു. ഇനി ഇതൊന്നും അല്ലാതെ ഒരു മേജർ വ്യത്യാസം വന്നിരിക്കുന്ന കമ്പനിയാണ് നമ്മുടെ 6th പൊസിഷനിലുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, 2024 ഡിസംബറിൽ കിയയുടെ സെയിൽ വളരെ കുറവായിരുന്നു. 8957 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പൊതുവേ അവർ എങ്ങനെയൊക്കെ പോയാലും 18,000 to 20,000 ഇടയിലൊക്കെ പിടിച്ചുണ്ടാക്കാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഇയർ എൻഡിൽ എന്തോ കാര്യമായിട്ട് അവർക്ക് സംഭവിച്ചു. പ്രൊഡക്ഷൻ കുറച്ചായിരിക്കാം ചിലപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട്. പക്ഷേ എന്തായാലും ജാനുവരിയിൽ പിന്നെ നന്നായിട്ട് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. 25,025 വാഹനങ്ങളുടെ സെയിലാണ് 2025 ജാനുവരിയിൽ അവർക്ക് വന്നിരിക്കുന്ന സെയിൽ. 16,068 വാഹനങ്ങളുടെ വ്യത്യാസവും 179.39% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. തീർച്ചയായും ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും നമ്മുടെ കിയ തന്നെയാണ്. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 26,178 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 ഡിസംബറിലും വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. 24,887 വാഹനങ്ങളുടെ സെയിലാണ്. 1,291 വാഹനങ്ങളുടെ വ്യത്യാസം 5.19% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് റേറ്റും കുറവാണ്, പിന്നെ സെയിൽസിലും അധികം വ്യത്യാസമൊന്നുമില്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടാറ്റയാണ്. ടാറ്റയ്ക്ക് കഴിഞ്ഞ മാസം 48,075 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽ കൂടി. 44,221 ആയിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ മാസം. അതുകൊണ്ട് തന്നെ 3,854 വാഹനങ്ങളുടെ വ്യത്യാസവും 8.72% ഗ്രോത്ത് റേറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും പോരാ, കാരണം ഇതിന് മുന്നിൽ ഇനിയും വേറെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഗസ് ചെയ്ത് കാണായിരിക്കും, സാധാരണ എപ്പോഴും ടാറ്റ തേർഡ് അല്ലെങ്കിൽ ചില മാസങ്ങളൊക്കെ ഹ്യുണ്ടായി വെട്ടിച്ച് സെക്കൻഡൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പിന്നെ ആ ഒരു കാലവും പോയി തുടങ്ങി എന്ന് തോന്നുന്നു. ടാറ്റയുടെ വണ്ടികൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ പണ്ടത്തെയൊക്കെ സെയിൽ വെച്ച് നോക്കുമ്പം കുറച്ച് താഴത്തേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാരിയർ, സഫാരി അങ്ങനത്തെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് വാഹനങ്ങൾ. 3rd പൊസിഷനിൽ നിൽക്കുന്ന ആരാണ് മനസ്സിലേക്കാണ്, മഹീന്ദ്ര തന്നെയാണ്. സോ മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 50,659 വാഹനങ്ങൾ സെയിലാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. 2024 ഡിസംബറിൽ ഇവർക്കും കുറവായിരുന്നു. 41,424 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 9,235 വാഹനങ്ങളുടെ വ്യത്യാസവും 22.29% ഗ്രോത്ത് റേറ്റുമാണ് മഹീന്ദ്രയ്ക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെ മഹീന്ദ്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ സെയിലാണെങ്കിലും 50,000 എന്ന് പറയുന്ന നല്ലൊരു സെയിൽസ് മാർക്ക് തന്നെയാണ്. ഇനിയിപ്പം ഇവരുടെ ഈ V6 XUV9 കൂടെ ഡെലിവറി കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെയും സെയിൽസ് കൂടുന്നതായിട്ടും കാണാൻ പറ്റും. അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഹ്യുണ്ടായാണ്. ഹ്യുണ്ടായ്ക്ക് കഴിഞ്ഞ മാസം 54,003 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 ഡിസംബറിൽ 42,208 വാഹനങ്ങളുടെ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. ഇവർക്ക് നല്ല വ്യത്യാസമുണ്ട്. 11,795 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 27.94% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കാനാണെങ്കിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഹ്യുണ്ടായി. പിന്നെ നമ്പർ 1 പൊസിഷൻ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കുറേ കാലമായിട്ട് വലിയ വ്യത്യാസമൊന്നുമല്ല, മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,73,599 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഇവർക്ക് ഇയർ എൻഡിൽ ഇത്തിരി സെയിൽ കുറഞ്ഞായിരുന്നു. 2024 ഡിസംബറിൽ 1,30,115 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ 43,484 വാഹനങ്ങളുടെ വ്യത്യാസവും 33.42% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. കിയ കഴിഞ്ഞ പിന്നെ 2ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്. അതും ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ 2ാമതായി ഗ്രോത്ത് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ വേറൊരു അച്ചീവ്മെൻ്റ് ആണെന്നും കൂടെ പറയേണ്ടി വരും. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എല്ലാം ലഭിക്കും. ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ നമ്മുടെ ടോപ്പ് 14 കമ്പനീസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്ക്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.